ഹായ് ഗുഡ് മോർണിംഗ് എവരിവൺ. ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളുടെ ഓഡിയോ എപ്പോഴും ഒരു 1.25x നിങ്ങൾ മാറ്റുക. യൂഷ്വലി ഞാൻ സംസാരിക്കുന്ന കുറച്ച് സ്ലോ ആയിട്ടാണ് സംസാരിക്കുക. സോ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ടൈം എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് അത് ബെറ്ററായിട്ട് സഹായിക്കും. ഓക്കെ, അടുത്ത് നമുക്ക് ഇന്നത്തെ മാർക്കറ്റ് അനാലിസിസിലേക്ക് വരാം. അപ്പോൾ മാർക്കറ്റ് അനാലിസിസ് എന്ന് പറയുമ്പോൾ ആദ്യം ഒരു ട്രേഡറിനെ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കൽ അനാലിസിസും ഫണ്ടമെൻ്റൽ അനാലിസിസും ഒക്കെ ഉള്ളതുപോലെ തന്നെ, ഒരു ട്രേഡർ മൈൻഡ് സെറ്റ് ഉള്ളതുപോലെ തന്നെ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാനിന്ന് രാവിലെ ഞാനൊരു ആവശ്യമായിട്ട് ഒരു ഷോപ്പിൽ പോയി ഒരു കോഫി കുടിക്കാനിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വന്ന ഒരു വിഷ്വലൈസേഷനാണ്. നമ്മുടെ മാർക്കറ്റ് 25,000 നിന്ന് തിരിച്ച് വന്ന് 25,600 റേഞ്ചിലേക്ക് പോയി. 25,600 നിന്ന് തിരിച്ച് വീണ്ടും 25,001 വരെ 25,000 ഹിറ്റ് ചെയ്തു. എന്നിട്ട് തിരിച്ച് ഇന്നലെ മെനിഞ്ഞാന്നുമായിട്ട് ഇതിൻ്റെ മൂവ്മെൻറ്റ് തന്നെ 25,300 റേഞ്ചിലേക്ക് പോയി. എന്നിട്ട് തിരിച്ച് വീണ്ടും 25,200 റേഞ്ചിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിലും താഴെ വന്ന് 25,100 വന്നു. എന്നാൽ ലാസ്റ്റിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ട് ആ ഒരു ഷോർട്ട് കവറിങ് നടന്നിട്ട് കുറച്ച് മേളിലോട്ട് കയറിപ്പോയി IT സെക്ടർ കാരണം. തിരിച്ച് ഇന്ന് ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. നിഫ്റ്റി ഓൾറെഡി 25,100 നിൽക്കുന്നത്. സോ ഓപ്പൺ ചെയ്ത് ചെറുതായിട്ടൊന്ന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ വിഷ്വലൈസേഷൻ എന്താണെന്ന് അറിയാമോ? നമുക്കൊരു ഇൻവേർട്ടഡ് കപ്പ് ആൻഡ് ഹാൻഡിൽ നമ്മുടെ മനസ്സിനകത്ത് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എനിക്കതങ്ങനെ ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ വന്നിട്ട് ഇതുവരെ ചാർട്ട് ഓപ്പൺ ചെയ്തില്ല, ജസ്റ്റ് അതിനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് പാറ്റേൺ കാണുന്നത് ഒരു ഫ്ലാഗായിട്ടാണ് അല്ലേ. പക്ഷേ മാർക്കറ്റ് കണ്ടീഷൻസ് അവിടെയാണ് പറയുന്നത്. നമ്മൾ BTST ഇല്ലെങ്കിൽ ക്യാരി ഫോർവേഡിങ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ പാറ്റേൺസ് അല്ല, നമ്മുടെ ടെക്നിക്കൽ അനാലിസിസ് കറക്റ്റായിരിക്കും. പക്ഷേ ആ അടുത്ത 10-20 മണിക്കൂറിന് ഉള്ളിൽ മാർക്കറ്റിൽ, ഗ്ലോബൽ മാർക്കറ്റിൽ വരുന്ന ഇമ്പാക്റ്റ് കാരണം ചിലപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ലോയിലായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ക്യാരി ഫോർവേഡ് എന്ന് പറയുന്ന സാധനം അധികം ഞാനങ്ങനെ ചെയ്യാറേ ഇല്ല. ബിക്കോസ് അനാലിസിസിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ലക്ക് ഓർ സ്പെക്കുലേഷനിൽ അധികമായിട്ട് വിശ്വസിക്കാറില്ല. സോ ഇത് ഫ്ലാഗ് തന്നെയാണ്, നല്ല ട്രേഡ് തന്നെയാണ്, ക്യാരി ഫോർവേഡൊക്കെ ചെയ്യാം. പക്ഷെ എന്തും സംഭവിക്കാമല്ലോ, അതാണ് അവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ ഈ പറഞ്ഞതിൻ്റെ ചാർട്ടൊന്ന് എടുത്ത് നോക്കാം. എനിക്ക് ചിലപ്പോൾ വന്നേക്കാം. ഞാൻ ഇത് പ്യുവർലി ലൈവ് ട്രേഡിംഗ് പോലെയാണ്. എൻ്റെ മനസ്സിൽ എന്താണോ ഫീൽ ചെയ്തത് ഞാനത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇത് കാണുന്നുണ്ടോ? ഓൾമോസ്റ്റ് 25,600 നിന്ന് ഇത് വന്നു 25,300 പോയിട്ടില്ല അല്ലേ, 240 വരെ. 240 നമ്മൾ സ്ഥിരം പറയുന്ന നമ്പറാണ്. 240 വരെ വന്നിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. മാർക്കറ്റ് എങ്ങാനും ഇനി വന്നു കഴിഞ്ഞാൽ ഇതൊരു ഇൻവേർട്ടഡ് കപ്പ് ആൻഡ് ഹാൻഡിൽ ആകില്ലേ, സോ ദാറ്റ് മാർക്കറ്റ് ഒരു ബെയറിഷ് ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയില്ലേ. അപ്പോൾ ഇന്ന് ട്രേഡ് ചെയ്യുമ്പോഴും സൈഡിനെ കുറിച്ച് അധികം പവർഫുള്ളി ചിന്തിക്കത്തില്ല. സൈഡും വന്നിട്ടില്ല. സോ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും ഞാൻ ക്രിയേറ്റ് ചെയ്യുക. സോ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്താണോ ആ ചാർട്ട് നിൽക്കുന്നത്, ചിലപ്പോൾ ഹൈലി ബുള്ളിഷായിട്ട് ഇവിടെ ഒരു വലിയൊരു ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും സൈഡിനെ കുറിച്ച് ചിന്തിക്കുമായിരിക്കാം. ഓക്കെ, മാർക്കറ്റ് തിരിച്ച് താഴേക്ക് ഇറങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡ് ലൈനിനെ നമ്മൾ കൺസിഡർ ചെയ്യും, ഈ ബോക്സിനെ കൺസിഡർ ചെയ്യും, ഇതിൻ്റെ ലോ കൺസിഡർ ചെയ്യും, 25,000 എന്നുള്ളൊരു സൈക്കോളജിക്കൽ ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യും. സോ ഇതാണ് ഇന്നത്തെ ട്രേഡിംഗ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ട്രേഡ്സ് പ്ലാൻ ചെയ്യുക. സോ ഇത് ഒരു മാർക്കറ്റ് സെറ്റപ്പാണ്. ഈ ഒരു സെറ്റപ്പ് ഇനി ചിലപ്പോൾ വരും ദിവസങ്ങളിൽ എവിടെയെങ്കിലും ആയിരിക്കും, ചിലപ്പോൾ അടുത്ത വീക്കിലൊക്കെ ആയിരിക്കും ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യപ്പെട്ട് ചിലപ്പോൾ 24,800 ഓർ 24,600 ടെസ്റ്റ് ചെയ്തിരിക്കുക. സോ ഇല്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് കയറിപ്പോട്ടെ. നമ്മൾ ഒരിക്കലും സ്പെക്കുലേറ്റ് ചെയ്യുന്നില്ല, മാർക്കറ്റിൽ ഗ്യാമ്പിൾ ചെയ്യാനല്ല നമ്മൾ നിൽക്കുന്നത്. മാർക്കറ്റിൻ്റെ കണ്ടീഷൻ എന്താണോ അതിനനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ വ്യൂ സെറ്റ് ചെയ്യുന്നു, നമ്മുടെ ട്രേഡ്സ് അതിനനുസരിച്ച് എടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് മാർക്കറ്റിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പുതിയ സ്വിങ് ഒന്നും ഞാൻ പറഞ്ഞില്ല. ആക്ച്വലി കയറി വന്നെങ്കിൽ പോലും കയറി വന്നോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പിക്കാറായിട്ടില്ല. മാർക്കറ്റ് ഇന്നും കൂടെ ആയിട്ട് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ മാർക്കറ്റ് ബുള്ളിഷ് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നോക്കാം. ഈ ഒരു ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം. സൈഡിൽ നമുക്ക് സ്റ്റോക്കിലേക്ക് പുതിയ ബൈ സ്റ്റാർട്ട് ചെയ്യാം.
ഇല്ല തിരിച്ചിത് കർവ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇതൊരു ഇൻവേർട്ടഡ് കപ്പ് ആൻഡ് ഹാൻഡിൽ ആവാനുള്ള സാധ്യതയുണ്ട്. സോ അതിനനുസരിച്ചിട്ട് പുതിയ പൊസിഷൻ എടുക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ഗ്രൂപ്പുകളിൽ കണ്ടിന്യൂസ് ആയിട്ട് ട്രേഡ്സും ഐഡിയാസും ഒക്കെ ഷെയർ ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിനകത്ത് എന്തുകൊണ്ട് അധികം ഷെയർ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷെയർ ചെയ്യുന്ന അത്രയും നിങ്ങൾക്ക് ലോസ് അടിക്കാണ്ട് പ്രോഫിറ്റിലേക്ക് പോവുക എന്നുള്ള ഒരേ ഒരു ഇൻറ്റൻഷൻ മാത്രമേ ഉള്ളൂ. വെറുതെ ട്രേഡ് കാണിച്ചതെന്ന് ക്യാച്ച് ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു പരിപാടി ഇവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. മാർക്കറ്റിൽ സി സൈഡിലത്തേക്ക് നമുക്ക് ആലോചിക്കണമെങ്കിൽ ഈ ഒരു ഏരിയയ്ക്ക് ഇന്നലത്തെ അല്ല ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യപ്പെടണം, അല്ലെങ്കിൽ 25,000 താഴെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാൻഡിൽ ക്ലോസിങ്, മേളിലേക്കാണെങ്കിൽ 25,800 മേളിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്ലോസിങ് വേണം എന്നുള്ളതാണ് അവിടുത്തെ സിറ്റുവേഷൻ. അടുത്ത സ്റ്റോക്സൊക്കെ ഡെഫിനറ്റ്ലി ഗുഡാണ്. HDFC ബാങ്ക് തിരിച്ചു വന്ന് വരുന്നുണ്ട്, നമുക്ക് കൺസിഡർ ചെയ്യാം. ബാങ്ക്സ്, ആക്സിസ് ബാങ്കിൻ്റെ റിസൾട്ട് വരുന്നുണ്ട്. മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാൻ പോകുന്ന അവരൊക്കെ തന്നെ ആയിരിക്കും. TCS, കുറച്ച് IT കമ്പനീസിൻ്റെ റിസൾട്ട്, ബാങ്കിങ് സെക്ടറിൻ്റെ, റിലയൻസിൻ്റെ റിസൾട്ട്സ് ഈ ആഴ്ച വരുന്നുണ്ട്. സോ അവരായിരിക്കും മാർക്കറ്റിനെ ഇനി ഡിസൈഡ് ചെയ്യുക. ഒരു ഷോർട്ട് കവറിങ് ഒക്കെ വന്നിട്ടുണ്ട് ഇൻഫീൽ. സോ നമുക്ക് നോക്കാം മാർക്കറ്റ് എങ്ങനെ പോകുന്നു എന്നുള്ളത്. അതിനനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ സംഭവം സെറ്റ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.